ഹായ് ഗായ്സ്, നമ്മൾ വീണ്ടും ഒരു പുതിയ സാധനത്തിലേക്ക് കൊണ്ട് സ്വാഗതം. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പറയുക എന്താണ്, നമ്മളിപ്പോൾ എന്നും വൈകുന്നേരം പടങ്ങൾ ഒന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കണം. എന്താണ് മൊത്തത്തിൽ ഡയലി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉണർവിനെ കുറിച്ച് അതിങ്ങനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി അതെന്നും കാണുമ്പോൾ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കും. അതെ അതെ, റിലാക്സേഷൻ ഓഫ് മൈൻഡ്. നമ്മളെ സ്ഥിരം നമ്മളെ കൂടെ ഉണ്ടാവുന്ന നാച്ചു, പിന്നെ വല്ലപ്പോഴും ഉണ്ടാവുന്ന നെബുഹാൻ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഡയലി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ അതിൽ നമുക്കൊരു എനർജി ഉണ്ട്. നമ്മൾ വർഷങ്ങളായത് കീപ്പ് ചെയ്ത് പോരും. നമ്മളെ കച്ചന്റെ ഫ്രണ്ടിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മളെ സീതിഹാജി പാലത്തിന്റെ ബ്യൂട്ടിഫിക്കേഷൻ അവിടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മളെ കോഫി ഖാനോന്റെ ഫ്രണ്ട് ഭാരത് പമ്പിന്റെ അവിടെ നിൽക്കും. എവിടെ നമ്മൾ എവിടെ റെഡിയാണ്. പിന്നെ യാത്ര പോകാൻ ഞങ്ങൾ റെഡിയാണ് അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ ഭയങ്കര ഒരു ക്രൗഡ്, വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് അല്ലേ ജനങ്ങളോട് ക്രൗഡ് ചെയ്യണം. പിന്നെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ പലരും നമുക്ക് കുറ്റമായിട്ട് പലർക്കും പറ്റിയ സ്ഥലങ്ങൾ സംസാരിക്കുന്ന മാറ്റർ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ കിട്ടും. അതെ അതെ. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഒരു ഉണർവ് പിന്നീടുള്ള ജോലിക്കായാലും പോലും നമുക്ക് ഉപകരിക്കും. തീർച്ചയായും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാകുന്ന പിന്നെ വേറെ പറയാൻ പറ്റുന്ന കാര്യം, ചായ കുടിക്കാൻ ചായനോടുള്ള ആഗ്രഹം കൊണ്ടല്ല. ചായ ഒരുപാട് കുടിക്കുന്നതിലൂടെ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളും ഉന്മേഷവും. പക്ഷെ ആളുകൾക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ചായ അഡിക്ഷനാണ് തോന്നുന്നത്. ചായ കുടിക്കുമല്ലോ. പക്ഷെ അതെ അതെ, നമ്മളിപ്പോൾ ദിവസം ചായ കുടിച്ചിട്ടാണ് ഓരോരുത്തരോടും ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഉണർവ് അവർക്കും ഉണർവ് അല്ലേ? എല്ലാവർക്കും 2 മിനിറ്റ് ചായ 3/4 മണിക്കൂർ കച്ചം. അപ്പോൾ ഏവർക്കും ഇതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. 6ാമത്തെ ചായയാണ് ഞാൻ കുടിച്ചത്. അത് പല പല ആളുകളുടെ കൂടെ. ഞാനിന്ന് 3. ഞാനിന്നൊരു 3 അല്ല 4 ചായ പല ആളുകളുടെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുക. അപ്പോൾ ഇതുപോലെ വൈകുന്നേരം ചായ കുടിക്കുന്നത് ഇത്ര ഉദ്ദേശങ്ങളും കൂടെ അതിൻ്റെ പിന്നിൽ വേണം. ചായ കുടി എന്നുള്ളതല്ല, ആ ഒരു എനർജി അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഇവിടെ ദൂരം പോകും, ചിലപ്പോൾ മന്തിപ്പാറ പോകും, ചിലപ്പോൾ നമ്മൾ ഒരു ചായക്ക് വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് മറ്റേ എന്താ പറയുക കൂടുതൽ പോകും, ഊട്ടിയൊക്കെ പോകും. അതൊക്കെ എന്തിനാ? അൾട്ടിമേറ്റ്ലി ചായ മാത്രമല്ല, അതെ, സംഭാഷണങ്ങളും റിലാക്സേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും ചായ കുടി തുടരുക. ചായ കുടിക്കാനല്ല, ഈ സൗഹൃദം തുടരുക. സൗഹൃദത്തിന് വാങ്ങാൻ വേണ്ടി ചായ കുടികളിലേക്ക് വരുന്നു അല്ലേ? എല്ലാവരും പറയും എന്തിനങ്ങനെ ചായ കുടിക്കുന്നത്, ഇത് കേടല്ലേ? അതെ, ഇതാണ് ഏറ്റവും നല്ല. ഒറ്റക്കല്ലേ കുടിക്കും, ഒറ്റക്കും കുടിക്കണം, അത് വേറെ രസം. അതെ, പക്ഷേ അധികം ഫ്രണ്ട്സ് ഉണ്ടാവും. സുഹൃത്തുക്കളായിട്ട് കുടിക്കുമ്പോൾ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് കുടിക്കുമ്പോൾ വലിയൊരു സുഖം കിട്ടില്ല. സുഹൃത്തുക്കളില്ലേ, തെറ്റിപ്പോയി. ഫാമിലിയും വേണം, ഫ്രണ്ട്സും വേണം, തനിച്ചും കഴിക്കാം. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, വൈൻഡ് അപ്പ്.